പടയണി എന്ന അനുഷ്ഠാന കലയെ ആസ്പദമാക്കി നിരവധി പുസ്തകങ്ങൾ നമ്മുടെ വായനാലോകത്ത് ലഭ്യമാണ്. അതിൽ ഏറെ ആധികാരികമായ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് പ്രൊഫസർ കടമ്പനിട്ട വാസുദേവൻപിള്ള സാർ. സാർ പടയണിയുടെ ആചാര്യനാണ്. അദ്ദേഹം ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു കോളേജിൽ. അതുകൊണ്ട് തന്നെ കണക്കിനെയും പടയണിയെയും ബന്ധിപ്പിച്ച് അദ്ദേഹം എഴുതിയ പടയണി പഞ്ചഭൂതപ്പൊരുളൊന്നായ പന്തം എന്നുള്ള മനോഹരമായ പുസ്തകം കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ കണക്കിലെ കളികളും കണക്കും പടയണിയും തമ്മിലൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ വേറിട്ട ചുവടിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്. പടയണിയെപ്പറ്റി ആധികാരികമായി ഇന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ അതേപ്പറ്റി ആധികാരികമായി നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്ന ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. ഒരുപക്ഷെ പടയണിക്ക് ഇത്രയധികം പ്രചാരം നേടിക്കൊടുത്ത ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വന്നാൽ ഒരു അധ്യായത്തിൽ പൂജ്യം എന്നാണ് ഒരു അധ്യായത്തിൻ്റെ പേരിൽ. ആ അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ഗണിതശാസ്ത്രപ്രകാരം ചെറിയ ഒരു വൃത്തം, ഒരു വട്ടം, അതാണ് പൂജ്യത്തിൻ്റെ ജ്യാമിതീയ രേഖാചിത്രം. പിന്നെ എന്തിനാണ് വട്ടപൂജ്യം എന്ന ഒരു ഇരട്ടിപ്പ്? പൂജ്യത്തിൻ്റെ പൂജനീയത ശൂന്യത്തിന് മേൽ അരക്കിട്ടുറപ്പിക്കാൻ തന്നെ ആവണം. പൂജ്യത്തിന് മൊട്ട എന്നൊരു പ്രയോഗം മലയാളികൾക്കിടയിൽ പ്രസിദ്ധം. പരീക്ഷയ്ക്ക് 0 മാർക്കാണ് കിട്ടിയതെങ്കിൽ ആനമുട്ടയാണ് കിട്ടിയത് എന്നാണല്ലോ പറയുക. പക്ഷേ മൊട്ട ഒന്നുമല്ലാത്ത ശൂന്യം അല്ലല്ലോ. പുറന്തോട്, അതിനുള്ളിൽ ഇളം തൊലി, തൊലിക്കുള്ളിൽ വെള്ളക്കരു, അതിനുള്ളിലെ മഞ്ഞക്കരു, അതിനുമുള്ളിൽ ഭ്രൂണം. പഞ്ചഭൂത പൊരുളിന് ഇതിൽ കവിഞ്ഞ് എന്താണ് വേണ്ടത്? അപ്പോൾ മൊട്ട എന്ന വട്ടം അത്ര ചില്ലറക്കാരനല്ല. സൂര്യൻ വട്ടമല്ലേ? ചന്ദ്രൻ വട്ടമല്ലേ? വട്ടമല്ലേ വളയം? വളയമല്ലേ വലയം? വലയമല്ലേ പ്രതലം? പ്രതലമല്ലേ മണ്ഡലം? ചന്ദ്രമണ്ഡലം, സൂര്യമണ്ഡലം എന്നൊക്കെ പറയുന്ന പോലെയല്ലേ ഭ്രമണ്ഡലം? ജലം, അഗ്നി, വായു, ആകാശം എല്ലാം മണ്ഡലങ്ങളല്ലേ? പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭൂത പൊരുളിനുമപ്പുറത്ത് വേറെ എന്താണ് ഇവിടെയുള്ളത്? സർവം വട്ടമയം, പടയണിയും വട്ടമയം. വട്ടത്തിൽ കളിക്കുന്ന കളി പടയണിയിലുണ്ട്. അതുകൊണ്ട് പടയണിയും വട്ടമയം എന്നാണ് പറയുന്നത്. അതിനോട് ചേർത്ത് ഒരു പടയണിപ്പാട്ടും വട്ടം എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ വട്ടത്തിനോടൊക്കുന്ന പാട്ട് വരികളുള്ള ഒരു പടയണിപ്പാട്ടിൻ്റെ ഈരടികളും ഈ അധ്യായത്തിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: അമ്പത്തൊന്നും നീയേ ദേവി, ആറാധാരപ്പൊരുളും നീയേ, 23 നീയേ, തിരുവട്ടക്ഷരമെട്ടും നീയേ, 3 അക്ഷരവും നീയേ. അവിടെയും വട്ടം വരുന്നുണ്ട്. വട്ടത്തിൽ കുണ്ഠത്തിനു വെള്ളിടി വെട്ടും പോലും അലറിത്തുള്ളുക, പുരമരി ചെയ്തര നാണിക്കോലം തെരുതരെ വട്ടം ചുറ്റിത്തുള്ളുക, ബോധക്കേട് വരുത്തി പിണിയെ ബാധിച്ചിടരുതാത മോഹിനി, ബോധക്കേട് വരുത്തിയിടരുതേ. അങ്ങനെ വട്ടത്തെ സംബന്ധിച്ച് ഗണിതശാസ്ത്രവും പടയണിയും ഒക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു അധ്യായം. ഞാനതിൽ ഒരു അധ്യായം മാത്രമാണ് പറഞ്ഞത്. പടയണി പഞ്ചഭൂതപ്പൊരുൾ ഒന്നായ പന്തം എന്ന പുസ്തകം പടയണി ഇഷ്ടപ്പെടുന്നവർക്ക് വായിച്ചിരിക്കേണ്ടതാണ്. പടയണി ഇഷ്ടമല്ലെങ്കിലും വായിക്കാം. എന്താണ് പടയണി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കടമ്പനിട്ട വാസുദേവൻപിള്ള സാറിൻ്റെ ഈ പുസ്തകം കിട്ടിയാൽ വാങ്ങണം. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ്. 280 രൂപയാണ് വില. പുസ്തകം നഷ്ടമാവില്ല. അത് വായിച്ചാൽ പടയണിയെ നമ്മൾ സ്നേഹിക്കും, ഇഷ്ടപ്പെടും. ഓക്കെ.